സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിമിഷപ്രിയയുടെ വീടിൻ്റെ പുറകിൽ. അതായത് നിമിഷപ്രിയ എന്ന് പറയുന്നത് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് യമൻ എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിയായിട്ട് പോയി അതിനുശേഷം സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ എന്ന സ്വപ്നം നിർമ്മിക്കാനായിട്ട് ഉള്ള പുറപ്പാടിൽ 6-7 ഏക്കർ സ്ഥലത്തിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും വിറ്റ് ആ പണവുമായി പോയി അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയും അതിൻ്റെ പാർട്ണറായിട്ട് തലാഖ് എന്ന് പറയുന്ന ഒരാളിനെ പാർട്ണറാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ബിസിനസ് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ത്രീയെക്കുറിച്ചാണ് നാളെയാണ് അവർക്ക് അവസാനമായ ദിവസം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളിൽ ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിലൊക്കെ നാളെ എന്നുള്ളത് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് പറയേണ്ടി വരും. കാരണം 7 ഏക്കർ സ്ഥലത്ത് സ്വന്തമായി അമ്മയും മകളും അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചത്. ഒരു ജീവിതത്തിൽ പകുതിയാക്കി ഉപേക്ഷിച്ചു പോയ അച്ഛനുണ്ട്. അച്ഛനുമായിട്ട് പിണങ്ങി ഇവിടെ വന്ന് അവർ താമസിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. നെൽകൃഷിയും മാവ് കൃഷിയും ഒക്കെ ആയിട്ട് ഈ സ്ഥലത്ത് അവർ താമസിച്ചു വരികയായിരുന്നു. സോണിയൻ്റെ ബാക്കി എങ്ങനെയാണ് പറയുന്നുള്ളത്? നിമിഷപ്രിയ താമസിച്ചത് അച്ഛൻ്റെ ഒരു ലാളന നിമിഷപ്രിയയ്ക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിമിഷപ്രിയ താമസിച്ചിരിക്കുന്നത് വെല്ലിച്ചൻ്റെ കൂടെയാണ്. അതായത് അമ്മ പ്രേമ ചേച്ചിയുടെ അച്ഛനെയും അമ്മയുടെയും കൂടെയാണ് നിമിഷപ്രിയ വളർന്നത്. നിമിഷപ്രിയയുടെ ചേച്ചി കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ താമസിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും അവരിവിടെ എത്തി. ഈ 2 മക്കളെയും വളർത്തിയത് വെല്ലിച്ചനും വല്യമ്മയും കൂടിയായിരുന്നു. ഒരു 7 ഏക്കർ സ്ഥലം ഈ വീടിനടുത്തായിട്ടുണ്ട്. ഈ വെല്ലിച്ചൻ്റെയും വല്യമ്മയുടെയും ചുറ്റുവട്ടം അവരുടെ കുടുംബ സ്വത്തായിട്ട് 7 ഏക്കർ സ്ഥലം ഇവിടെയുണ്ട്. ഇവിടുന്ന് കൊല്ലങ്കോട് നിന്ന് 6 കിലോമീറ്റർ മാറിയാണ് അവരുടെ വീടിരിക്കുന്നത്. പക്കാ ഗ്രാമം. അതായത് തമിഴ് വംശജരാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത്. അങ്ങനെ ഒരു ഏരിയയിലാണ് ഇവിടെ താമസിക്കുന്നത്. കൂടുതലായിട്ട് മേടിച്ചിരുന്നു. തൊടുപുഴയുള്ള ഒരു ഫാമിൻ്റെ കുറേ ഏക്കർ സ്ഥലത്തിൻ്റെ നടത്തിപ്പുകാരനായിട്ടാണ് തൊടുപുഴയിൽ നിന്നും ടോമി ഇവിടെ വരുന്നത്. അങ്ങനെ ടോമിക്ക് ഈ പെൺകുട്ടിയുടെ സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ട് അവളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അവളെ വിവാഹം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും 2 കാസ്റ്റാണ്. അതായത് ഇവർ നിമിഷപ്രിയ ഹിന്ദു ആയിരുന്നു, അതുപോലെ തന്നെ ടോമി ആയിരുന്നു. ഒപ്പം ടോമി നിമിഷപ്രിയയെ കൂട്ടിക്കൊണ്ടുപോയി പള്ളിയിൽ ചേർത്ത് കല്യാണം കഴിക്കുകയായിരുന്നു. വലിയ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വളരെ ചുരുങ്ങിയ ചില ആൾക്കാരും ഒക്കെ ആയിട്ട് പങ്കെടുത്തുകൊണ്ടാണ് കല്യാണം നടന്നത്. അതിനുശേഷമാണ് നിമിഷപ്രിയ, അതിന് മുമ്പ് തന്നെ നിമിഷപ്രിയ നേഴ്സിംഗ് പാസ്സായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷം യമനിൽ പോയി ടോമിയെ കൊണ്ട് പോയി. അങ്ങനെ ടോമിനെ തിരിച്ചെത്തുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ അവിടെ ഉണ്ടായതിനെ പറ്റി ഇതിനകത്ത് മുന്നോട്ടുള്ള കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇവള് നല്ല സ്മാർട്ടായിട്ട് പെൺകുട്ടിയായിരുന്നു. 2 കുട്ടികളും നല്ലതായിട്ട് പഠിക്കുന്നവരായിരുന്നു. ഇവൾക്ക് നേഴ്സിങ്ങിന് പോയി വിദേശത്ത് പോകാനായിരുന്നു താല്പര്യം. അങ്ങനെ നേഴ്സിങ്ങിന് പോയി. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇവൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ അവൾ തന്നെയായിരുന്നു ട്രാക്ടറൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നതും. ആൾക്കാർ സ്വന്തമായി ട്രാക്ടറൊക്കെ ഓടിച്ച് ആണ് ഈ കൃഷിഭൂമിയൊക്കെ അമ്മയും മോളും ഒക്കെ കൃഷി ചെയ്തത്. നന്നായിട്ട് ട്രാക്ടർ ഓടിക്കുന്ന ആളെന്നാണ് ഇവിടെ അറിയാൻ പറ്റുന്നത്. അവർ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സ്മാർട്ടായിട്ടൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ടാണ് ടോമിക്ക് ഈ പെൺകുട്ടിയോട് താല്പര്യം തോന്നുന്നതും അങ്ങനെ വിവാഹത്തിലേക്ക് അത് എത്തുന്നതും. നിമിഷപ്രിയയെ പറ്റി എല്ലാവർക്കും തന്നെ നാട്ടുകാർക്കെല്ലാം തന്നെ പൊതുവായിട്ട് നല്ല അഭിപ്രായം തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും ആർക്കും പറയാനില്ല. അവർക്ക് ഒരു നല്ല ജീവിതം അവർ സ്വപ്നം കണ്ടിട്ടാണ് അവർ യമനിലേക്ക് പോകുന്നത്. പക്ഷേ യമനിൽ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അവളെ ഇപ്പം അവർ ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യത്തെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് അവരുടെ ബന്ധുക്കാർ പോലും പറയുന്നുണ്ട്. 105 കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയത് ഞങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് അവർക്ക് ഞങ്ങൾ ആ വിഷയത്തിലേക്കല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരാൾ അവിടുന്ന് യമനിലേക്ക് പോകുമ്പോൾ അത് ഒരിക്കലും ഒരു കൊലപാതകം നടത്തണമെന്ന് കരുതിയിട്ടല്ല. തീർച്ചയായിട്ടും ഒരു വലിയ തടവിൽ പാർപ്പിക്കപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കേണ്ടി വന്നു. അവിടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു. അവർക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയാതെയായി. ഇവിടെ സ്വത്തുക്കളെല്ലാം വിറ്റ് അവിടെ ആക്കുകയും ചെയ്തു. അതിൻ്റെ വരുമാനങ്ങളെല്ലാം തലാഖ് എടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ തലാൽ എടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ, നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാതെ, നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവളെ വിവാഹം കഴിക്കുന്നതായി റെക്കോർഡുണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച് ഒരു വണ്ടി വാങ്ങിക്കാനായിട്ട് കൊടുത്ത പൈസ അവൻ്റെ സ്വന്തം പേരിൽ വണ്ടി വാങ്ങിച്ച് അങ്ങനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇതിനകത്ത് ചെയ്ത കൃത്യത്തെയോ കൊലപ്പെടുത്തിയതിനോ കഷ്ണങ്ങളാക്കിയതിനെയോ ഒന്നും ന്യായീകരിച്ചുകൊണ്ടല്ല. പക്ഷേ ഒരു അമ്മ, വയസ്സായ ഒരു സ്ത്രീ സ്വന്തം മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ അവസാന തുണ്ട് വസ്തുവും വിറ്റ് യമനിൽ പോയി അവിടെ അവരുടെ കാൽക്കൽ വീണ് കെഞ്ചുകയാണ് ആ ജീവന് വേണ്ടിയിട്ട്. അവരുടെ ഒരു ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരങ്ങനെ യമനിൽ അങ്ങനെ ഒരു വനിതയെ തൂക്കിക്കൊല്ലുന്ന നടപടി ഉണ്ടാവില്ല എന്ന് ആണ് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ തന്നെ ഞങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു നീതി കിട്ടുക എന്നുള്ളത് ആ അമ്മയ്ക്ക് ഒരു മകളും അതുപോലെ തന്നെ മകൾക്ക് ഒരു അമ്മയും
ഭർത്താവിന് സ്വന്തം ഭാര്യയെയും തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിരവധിയായ ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് എടുത്ത റിപ്പോർട്ടുകളിലൊക്കെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ്, അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന്. അവൾ അങ്ങനെയൊന്നും അത്രമാത്രം തൻ്റെ ഇടമൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്രയും നല്ല പെൺകുട്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമായിരുന്നു. സോണി, അതിൻ്റെ ഇവരുടെ ഈ പിന്നെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയക്കാരൊക്കെ അവിടേക്ക് പോയിട്ടുണ്ട്. അല്ല, അതിന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ, ഈ മുഹൂർത്ത സമയത്തല്ല, മുഹൂർത്തം ഈ അടുത്ത് ഇപ്പോൾ വധശിക്ഷ ഇപ്പം നാളെ നടപ്പാക്കുമെന്ന് കേട്ടപ്പോഴല്ല ഓടേണ്ടിയിരുന്നത്. നേരത്തെ തന്നെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെട്ടിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടാക്കിയെടുക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നാട്ടുകാരിലേറെയും പേര്. ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം അങ്ങനെയാണ്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ കൊല്ലങ്കോട് നിന്ന് 6 കിലോമീറ്റർ ഇങ്ങോട്ട് തേക്കിൻ ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നിമിഷപ്രിയയുടെ വീട്, നിമിഷപ്രിയ പഠിച്ചു വളർന്ന സ്ഥലം വീടൊക്കെ ഇരിക്കുന്നത്. ആ വീടിൻ്റെ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉടമയുടെ ഉടമയായിരുന്നു നിമിഷപ്രിയ. ഇതെല്ലാം തുണ്ടം വിറ്റിട്ടാണ് അവർ വിദേശത്തേക്ക് പോയി ജോലി തേടി പോകുന്നതും അവിടെ ബിസിനസ് ആരംഭിക്കുന്നതിനും ഒക്കെ. പക്ഷേ ഇപ്പം അതിൻ്റെ ഇരട്ടി അവർ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഓരോ ദിവസവും വധശിക്ഷ കാത്തു കിടക്കുന്ന ഒരു ജീവിതമാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്കുള്ളത്. അമ്മയാണെങ്കിൽ സാധുവായിട്ടിരുന്ന് തൊട്ട് മുമ്പിൽ മകൾക്ക് വേണ്ടി കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റം ഉണ്ടാകുമായിരുന്നു. എന്തായാലും നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളെ കാണിക്കുന്നത്. അതിന് മുന്നിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹലോ, ഇപ്പം ചാണ്ടിയുമ്മൻ അവിടേക്ക് പോയിട്ടുണ്ട്. അത് കാന്തപുരത്തിൻ്റെ ലെറ്ററുമായിട്ടാണ് പോയിരിക്കുന്നത്. കാന്തപുരം ഈ തലാലിൻ്റെ സഹോദരനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. 9 കോടി രൂപയോളം അവർക്ക് കൊടുക്കാനായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവർ പണം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തെങ്കിലും അവർക്കൊരു മനസ്സിൽ തോന്നും എന്നും, ഒരു ജീവൻ എടുത്ത് കളയണ്ട, തനിക്ക് അവർക്ക് നഷ്ടപ്പെട്ട ജീവന് പകരം ഒരു ജീവൻ എടുക്കണ്ട എന്നവർക്ക് തോന്നി അവരൊരു ക്ഷമ നൽകിയാൽ ആ കോടതി അവളെ വെറുതെ വിടുകയും ഇത് സംഭവിക്കുകയും ചെയ്യും. എന്തായാലും നമ്മളിപ്പോൾ വേറൊരു കാര്യം വളരെയധികം ചിന്തിക്കേണ്ടത്, എത്രയോ പേരാണ് ആത്മഹത്യ ചെയ്യുകയാണ്, ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ജീവൻ കൊതിച്ചുകൊണ്ട് ഒരു സ്ത്രീ പ്രാർത്ഥനയോടെ, സ്ത്രീയുടെ അമ്മ, മകൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നിസ്സാരമായിട്ട് ഞാനത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്ന് ഒരു കുറിപ്പ് പോലും എഴുതി വെക്കാതെ ആത്മഹത്യ ചെയ്ത് കുടുംബത്തിനെ മുഴുവൻ വെട്ടിലാക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു വിരുദ്ധ ശബ്ദമാണ് ശരിയായിട്ടും നിമിഷപ്രിയയുടെ എന്ന് പറയുന്നത്, അല്ലേ? നിമിഷപ്രിയ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു വിഷയം, നിമിഷപ്രിയയെ പോലെയുള്ള ജീവന് വേണ്ടി കെഞ്ചുന്ന ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല, എളുപ്പത്തിൽ പണം സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കും ഇതൊരു പാഠമായിരിക്കണം നിമിഷപ്രിയയുടെ ജീവിതം. കാരണം നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാം നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് മുന്നോട്ടൊരിക്കലും പോകരുത്. ആ ഒരു പാഠമാണ് നിമിഷപ്രിയ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറ്, നമ്മുടെ ആരാധനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു നിമിഷപ്രിയയ്ക്കൊരു മോചനം കിട്ടണമെന്നുള്ളത്. കാരണം അദ്ദേഹം രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും, അദ്ദേഹം മരണത്തിനെ നേരിടാൻ പോവാണ്, അദ്ദേഹം മരണക്കിടക്കിൽ കിടക്കുന്ന അവസരത്തിൽ പോലും ഏറ്റവും അധികം ആഗ്രഹിച്ചത് നിമിഷപ്രിയയുടെ മോചനം തന്നെയാണ്. അതിനുവേണ്ടിയാണ് മകൻ ചാണ്ടിയുമ്മൻ ഇപ്പം രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ നിമിഷം ചെയ്യുന്നുണ്ട്. ഗവർണറെ പോയി കാണുന്നു, ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പോയി കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു അച്ഛൻ്റെ മകൻ എന്നുള്ള ഒരു രീതി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചാണ്ടിയുമ്മൻ നേരെ കാന്തപുരത്തിനെ കാണുകയും കാന്തപുരത്തിനെ കൊണ്ട് അവിടേക്ക് വിളിപ്പിക്കുകയും അവിടുന്ന് ലെറ്റർ സംഘടിപ്പിക്കുകയും അതുമായിട്ട് യമനിലേക്ക് പോവുകയും അധികാരികളോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് നിമിഷപ്രിയയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ. ഇതാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.